ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗണപതി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്കിവിടെ ഗണപതിനെ കാണാൻ പറ്റില്ല. അതാ രണ്ട് ആനകൾ പുഴ നീന്തി പോകുന്നു. പിന്നെ അതാ മൂന്ന് കൊമ്പന്മാർ ഈ ഒരു പുഴയിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ അരിച്ച് പെറുക്കി നോക്കി. നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പൻ ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോയെന്ന്. പക്ഷേ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇതെല്ലാം വേറെ വേറെ ആനകളാണ്. പക്ഷേ സാരമില്ല, നമുക്ക് പിന്നെ എല്ലാ കൊമ്പന്മാരും പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇതാ നേരത്തെ കയറിപ്പോയ ആനകളിൽ ഒരെണ്ണം ഇതാ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ ചെറിയ മോഴയാന കേട്ടോ ഈ വരുന്നത്. ആൾ ഭയങ്കര കുസൃതിയാണ്, ഭയങ്കര ഓട്ടക്കാരനും. ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പുഴയ്ക്ക് അക്കരെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ചേട്ടന്മാരൊക്കെ ഇവിടെ കുളിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾ വീണ്ടും തിരിച്ചിറങ്ങി വരുന്നത്. അപ്പോൾ ആളുടെ കൂടെ നേരത്തെ വേറൊരു ആന അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് വന്നില്ല കേട്ടോ, അതങ്ങ് ഇല്ലിക്കാട്ടിൽ കയറിപ്പോയി. ആളെന്തായാലും വീണ്ടും ഒന്ന് കുളിക്കാം എന്നൊക്കെ കരുതിയിട്ട് തിരിച്ചിറങ്ങി പുഴയുടെ നടുക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന കൊമ്പന്മാർക്ക് യാതൊരുവിധ അനക്കങ്ങളോ ഒന്നുമില്ല. അവർ വീണ്ടും അവിടെ കുളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോഴൊന്നും കയറിപ്പോകാൻ ഉദ്ദേശമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവർക്ക് പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ കുറേ നേരം മുങ്ങിക്കിടക്കണം. അപ്പോൾ ഇവരുടെ അടുത്തേക്കാണ് കേട്ടോ നമ്മുടെ ആ ഒരു ചെറിയ മോഴയാന വരുന്നത്. അപ്പോൾ ഇവർ കുളിക്കുന്നത് കണ്ടിട്ട് അതിനും കൊതിയായിട്ടാണെന്ന് തോന്നുന്നു. അത് അങ്ങറ്റത്ത് ആ ഇല്ലിക്കാട്ടിൽ കയറിപ്പോയതാണ്. എന്നിട്ട് പിന്നെയും തപ്പിത്തടഞ്ഞ് ഇങ്ങടേക്ക് നടന്നു വരുന്നുണ്ട്. അങ്ങനെ കുളിച്ചുകൊണ്ടിരുന്ന കൊമ്പന്മാരുടെ അടുത്തേക്ക് നമ്മുടെ മോഴയാന എത്തിയിട്ടുണ്ട്, നമ്മുടെ ചെറിയ മോഴ. അപ്പോൾ വരവൊക്കെ കണ്ടപ്പോൾ ആദ്യം കരുതി ഇത് കുളിക്കാനാണ് വരുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല കേട്ടോ ആളുടെ ഉദ്ദേശം. ഇവിടെ കിടന്ന് കുളിക്കുന്ന കൊമ്പന്മാരുടെ അടുത്ത് ചുമ്മാ വന്ന് കൊമ്പ് കോർക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ കുഞ്ഞുമോഴ ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ചുമ്മാ ഒരു രസം പോലെ ആട്ടോ ഇവിടെ ചെയ്യുന്നത്, വലിയ സീരിയസ് ആയിട്ടൊന്നുമല്ല. അപ്പോൾ ആൾക്ക് വലിയ കൊമ്പൊന്നും ഇല്ലെങ്കിലും ഈ കൊമ്പന്മാരായിട്ട് ചുമ്മാ ഒന്ന് തല്ലൊക്കെ കൂടി അങ്ങനെ നിൽക്കുന്നത് ആൾക്ക് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നേരത്തെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു കൊമ്പൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ കൊച്ചിൻ്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്കൊന്ന് കൊമ്പ് കോർത്ത് കളിക്കാം എന്നുള്ള രീതിയിൽ. നമ്മളങ്ങനെ കുറേ ദിവസമായല്ലോ ഇപ്പോൾ വോയിസൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമുക്കങ്ങനെ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഉള്ള വീഡിയോസ് വളരെ കുറച്ചത്, ചെറിയ വീഡിയോസൊക്കെ കൂടുതലാക്കിയത്. അപ്പോൾ ഇന്ന് ഇത്രയും ആനകളെ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇടാതിരിക്കുക. ഇപ്പോൾ ഈ ഒരു 4 മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. ഇനിയും ആനകൾ ഇറങ്ങാനിരിപ്പുണ്ട്. നമ്മുടെ ഗണപതി ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ. അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ അവസാനം വരെ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആന അത് അവിടെ തുമ്പിക്കൈ ഇട്ടിട്ട് കുഞ്ഞാനേൻ്റെ അടുത്ത് പോരൊക്കെ കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് രണ്ടുപേരും കൊമ്പൊക്കെ കോർത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ മോഴാനയ്ക്ക് അതിനോട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. തീരെ കുഞ്ഞല്ലേ, അപ്പോൾ തിരിഞ്ഞ് നിൽക്കുകയാണ്, വഴക്ക് കൂടിയിട്ട് ഇങ്ങനെ പിണങ്ങിയോണം ഇങ്ങനെ നിൽക്കുക കേട്ടോ. മറ്റവൻ അതിനൊരു ഉന്തൊക്കെ കൊടുത്തിട്ട് പിന്നെയും വെള്ളത്തിൽ പോയി കിടക്കാൻ തുടങ്ങി. അപ്പോൾ അതാ ഇവിടെ 2 കൊമ്പന്മാർ ഭയങ്കര നീരാട്ടാട്ടോ. ഇവിടെ 2 പേര് ഇതാണ്ടില്ലേ മുങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നവൻ. അപ്പോൾ നമ്മുടെ ആനകളുടെ ഈ ഒരു കുളിയൊക്കെ കണ്ടു നിന്ന് കഴിഞ്ഞാൽ സമയം പോണതറിയില്ല. അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എവിടെ വന്നാലാണ് ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും പറയാനുണ്ടാവില്ല. കാരണം ഇവർ പല ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇറങ്ങുക. ഇപ്പോൾ ഇന്ന് ഇറങ്ങിയോട് ചിലപ്പോൾ നാളെ ഇറങ്ങണമെന്നില്ല. ഇന്ന് ഇറങ്ങിയതിനേക്കാളും 2-3 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ചിലപ്പോൾ നാളെ ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവരിങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും പുഴയിലൊന്നും ഇറങ്ങാനും പറ്റില്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയി ഇറങ്ങാൻ നിൽക്കരുത്. അങ്ങനെ നമ്മൾ ഈ ഒരു 4 കൊമ്പന്മാരെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ട് മറ്റൊരു കൊമ്പൻ ഇറങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വീണ്ടും വിചാരിച്ചു ഗണപതി ആണോ എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത്. പക്ഷെ അല്ല, അത് ഗണപതി ആയിരുന്നില്ല കേട്ടോ, വേറൊരു ആനയായിരുന്നു. അതാണെങ്കിൽ ദൂരെ നിന്ന് അങ്ങ് പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുവാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എത്ര ആനകളെ കണ്ടാലും ആ ഒരു നമ്മുടെ ഒരു ആനയെ കണ്ടാൽ മാത്രമാണ് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആനകളൊക്കെ പ്രിയപ്പെട്ടാണ്, എന്നാലും എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം നമ്മുടെ ഒരു ഗണപതിനോട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ആനക്കൂട്ടത്തിനെ കണ്ടാലും ആദ്യം ഞാൻ നോക്കുക ഈ ഒരു ആന കൂട്ടത്തിലുണ്ടോയെന്നാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോഴും പല ആനകളെയും ഞാൻ കണ്ടു. കുറേ എണ്ണം പുഴ കടന്നു പോയി, ഇപ്പോൾ കുറേ പേര് പുഴയിലും കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ എല്ലാത്തിനെയും നമ്മൾ നോക്കുകയാണ് ഇതാണോ ഗണപതി ഇതാണോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒന്നും വന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അപ്പുറത്തുനിന്ന് നമ്മുടെ ഗണപതി ഇറങ്ങി വന്നു കേട്ടോ. നമ്മുടെ ആ ഒരു കാത്തിരിപ്പിനൊരു എൻഡായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എത്ര നേരം ഇതിനെ നോക്കിയിരുന്നതെന്ന് അറിയോ. അപ്പോഴാണ് നമ്മുടെ ഗണപതി. പക്ഷേ ഇങ്ങടേക്ക് നോക്കുന്നില്ല, ആശാൻ അങ്ങടേക്ക് തന്നെ തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ദൂരെയാണെങ്കിലും ആശാനെ ഒന്ന് കണ്ടല്ലോ. അപ്പോൾ അതാ നമ്മുടെ മുന്നിൽ 4 കൊമ്പന്മാർ ഇപ്പോഴും ഇവിടെ കുളി തന്നെയാണ്. അപ്പോൾ ഇത്രയും മാറിയിട്ടാട്ടോ അവിടെ 2 ആനകൾ വേറെ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആനകൾ ഇങ്ങടേക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കൊമ്പന്മാർ ഏകദേശം കുളിയൊക്കെ നിർത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഗണപതി പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. പുഴ കടക്കാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു. നേരെ പുഴയുടെ നടുക്കിലേക്ക് മറ്റേ കൊമ്പൻ്റെ അടുത്തേക്ക് ചെല്ലാട്ടോ.
അപ്പോൾ ഇത്രയും കൊമ്പന്മാരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗണപതി എത്ര ചെറുതാണെന്ന് മനസ്സിലാവുന്നത്. പലപ്പോഴും റോട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വലിപ്പം തോന്നുമെങ്കിലും മറ്റുള്ള കൊമ്പന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ഗണപതി തീരെ ചെറുതാട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഗണപതിയുടെ ഒരു ലോങ് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്കും സന്തോഷമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ആനയും അവിടെ നിന്ന് പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു ഭാവമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ അവിടെ നിന്ന് പുഴ കടന്ന് പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഗണപതിയുടെ ഒപ്പം ഇറങ്ങിയ ആനയും ഗണപതിയും ദൂരെ മാറി നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഗണപതി ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് നോക്കുന്നത് പോലുമില്ല. അല്ലെങ്കിലും അങ്ങനെയാണ്, 4 ആനകൾ കൂടെ അവൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷെ ഒറ്റയ്ക്കാണ് കാണണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൈൻഡും പോസൊക്കെ നമ്മുടെ ഒരു കൊമ്പൻ നമുക്ക് തരാറുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, തിരിഞ്ഞങ്ങ് നിൽക്കുക, നിന്നെ എനിക്കൊരു പരിചയമില്ലാടി എന്നുള്ള മട്ടിലാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന കൊമ്പന്മാരൊക്കെ പതുക്കെ കുളിയൊക്കെ കയറി പോകാനുള്ളൊരു പരിപാടിയിലാണ്. എല്ലാ കൊമ്പന്മാരും കുളിച്ചത് ഈ പാറപ്പുറത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെറിയ മുഴയുണ്ടല്ലോ, അത് അങ്ങോട്ട് കയറിപ്പോയിട്ടോ. ഇല്ലിക്കാടിനുള്ളിൽ കയറിപ്പോയി. പെട്ടെന്ന് അത് കയറിപ്പോകുമെന്നും വിചാരിച്ചില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 കൊമ്പന്മാരും ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരുത്തിന് കുളിച്ച് മതിയായില്ലാന്ന് തോന്നുന്നു, അത് വീണ്ടും പുഴയിൽ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു 3 കൊമ്പന്മാരും ഇല്ലിക്കാട്ടിൽ കയറിപ്പോവും. അവിടെ നിൽക്കുന്ന ആ ഒരു ഗണപതിയും മറ്റേ ആനയുണ്ടല്ലോ, അവർ ഇപ്പോഴൊന്നും കയറിപ്പോവില്ല കേട്ടോ. അവർ കുളിക്കുകയില്ല, കയറിപ്പോവില്ല. ആ പുഴക്കരയിൽ നിന്ന് പുല്ല് നിന്ന് അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ സമയമൊക്കെ പോയതുകൊണ്ട് നമുക്കിനി ഇവരെ നോക്കിയിരിക്കാനായിട്ട് ടൈമില്ല. അപ്പോൾ നമ്മളും എന്തായാലും തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ഇങ്ങനെ പുഴയിൽ കിടന്ന് കുളിക്കുന്നതൊക്കെ ഇട്ടേക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വീണ്ടും എടുത്തിടാത്തത്. ഇന്നിപ്പോൾ ഇത്രയും കൊമ്പന്മാരെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം അങ്ങ് ദൂരെ അങ്ങടേക്ക് തിരിഞ്ഞ് നിന്നാൽ നമ്മുടെ 2 കൊമ്പന്മാരും ഇപ്പം ഇങ്ങടേക്ക് തിരിഞ്ഞിട്ടുണ്ട്. 2 പേരുടെയും ഫേസ് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാർ 2 പേരും ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനോ ഇവിടെ നിന്ന് കയറി പോകാനോ യാതൊരുവിധ ഉദ്ദേശമില്ല. ഈ ഒരു പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ നിൽക്കാനാണ് പരിപാടിയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവരെ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിത്തിരിയാനായിട്ട് സമയമില്ല. അവർ ആ പുഴയുടെ നടുക്ക് നിന്നിട്ടും പുല്ല് തിന്നാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.